ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് മസൂർ ദാലാണ്. സാധാരണ നമ്മുടെ പരിപ്പുണ്ടല്ലോ, തൂരപ്പരിപ്പിൽ തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ അതിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പരിപ്പ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 2-3 പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഒരു സവാള മാത്രം മതിയാവും, കൂടുതലൊന്നും ചേർക്കരുത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയിൽ ഒരു തക്കാളി ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും ഫസ്റ്റായിട്ട്. പിന്നീട് ലാസ്റ്റ് മസാലയും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റ് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയെടുത്ത 1/2 കപ്പ് അളവിൽ പരിപ്പും കൂടിയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതിയാവും. ഒരുപാട് വേണ്ട, കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ കട്ടിയായിട്ടുണ്ടാവും. പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും കൂടിയാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ തക്കാളിയും കൂടിയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. അതുപോലെ തന്നെ മാറ്റി വെച്ചിരുന്ന 3 പച്ചമുളകും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തേക്കണം. പിന്നീട് നമ്മളിതിലേക്ക് എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. ഇതുപോലെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പരിപ്പിന് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, എങ്കിൽ പിന്നെ ഒരുപാട് ഇങ്ങനെ നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പിന് മുകളിലൂടെ ഒരുപാട് ഇതിങ്ങനെ തെറിച്ച് വരും നമ്മുടെ ഈ പരിപ്പെല്ലാം. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളവും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു 3-4 വിസിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്ലെയിം വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 4 വിസിലോളം വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ വെച്ച് കൊടുത്ത പരിപ്പെല്ലാം ഇപ്പം നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പിന് മുകളിലൊക്കെ ഇങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കണം. മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അങ്ങനെ നിറയില്ല, അതിൽ നിന്ന് കുറച്ച് കുറവായിട്ട് മാത്രമേ ഉള്ളൂ. ഒരല്പം മാത്രം ചിരകിയ തേങ്ങ കൂടെ തന്നെ. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. അതായത് നമ്മുടെ ഈ മഞ്ഞപ്പൊടിയുടെ കളർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മാത്രം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ കറുവാപ്പട്ട ഇതിലേക്ക് ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപ്പ് വേവിച്ചെടുത്തില്ലേ, അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്കിത് ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് നല്ലതുപോലെ നമ്മുടെ ഈ പരിപ്പ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം.
നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നാൽ ശരി, നന്നായിട്ടും തിളച്ച് തുടങ്ങട്ടെ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ ഒരളവിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ പരിപ്പ് നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പരിപ്പ് കറി നമുക്ക് എന്തിൻ്റെ കൂടെയൊക്കെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ ഒറട്ടിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പരിപ്പൊക്കെ അങ്ങനെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഇച്ചിരി കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും പരിപ്പേ പുറത്ത് ഇങ്ങനെ വരണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഫസ്റ്റ് തുടക്കത്തിലൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല കട്ടിക്കാണ് നമ്മുടെ ഈ പരിപ്പ് കറി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് താളിച്ചും കൂടി ചേർക്കണം. താളിച്ചും കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പരിപ്പ് കറി ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. നമ്മളിതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൽ താളിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ചും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ശരി, എന്നാൽ ശരി, ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി പെട്ടെന്ന് തന്നെ താളിച്ചും കൂടി ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത്രയും കട്ടിക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അതായത് ചിലർക്ക് പരിപ്പ് കറി കുറച്ചുകൂടി ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അതല്ല, ഈ ഒരു കട്ടിക്കാണ് ആവശ്യമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നീട് തണുത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നന്നായിട്ട് കട്ടിയായി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് താളിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കടായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ താളിച്ച് ചേർക്കണം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കടുകാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ താളിപ്പ് നേരെ തന്നെ നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ താളിപ്പിൻ്റെ കൂടെ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ആ കറക്റ്റായിട്ടുള്ള ഭയങ്കരമായിട്ട് നിൽക്കുന്ന ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്കും ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമുക്ക് ഈ പരിപ്പ് കറി കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.